മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളാണ് ജനാധിപത്യത്തെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്ന് VT ബലറാം. ദ്രാവിഡ കലാ സാംസ്കാരിക സമിതി ചേലക്കരയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യം ഇന്നത്തെ രൂപത്തിൽ പരുവപ്പെടുത്തിയതിൽ മഹാത്മാ അയ്യങ്കാളി സൃഷ്ടിച്ച വിപ്ലവകരമായ പോരാട്ടങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മുൻ MLA VT ബലറാം പറഞ്ഞു. അയ്യങ്കാളിയുടെ 162ാം ജന്മവാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് തൃശൂർ ദ്രാവിഡ കലാ സാംസ്കാരിക വേദി ചേലക്കരയിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യമാർന്ന നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്നുണ്ടായി. നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലും പ്രത്യേകിച്ചും ഈ ചേലക്കരയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ശ്രീ KC സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ വളരെ അടിത്തട്ടിലുള്ള ആഴത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ദ്രാവിഡയ്ക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇരിക്കുന്ന ശ്രീ കരിമ്പതിത്തലത്തിന് ദ്രാവിഡയുടെ ഒരു പുരസ്കാരം സമ്മാനിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മികച്ച പ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തവണ സമര നായകനും അതോടൊപ്പം ദളിത് ആദിവാസി മേഖലകളിൽ ഏറ്റവും കാര്യക്ഷമമായി ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി ഇടപെടുന്ന വ്യക്തിത്വമായിട്ടുള്ള ശ്രീരാമൻ കൊയ്യോൻ മഹാത്മാ അയ്യങ്കാളി കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനാവുമ്പോൾ അത് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ നാളിതുവരെയുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വലിയ അംഗീകാരം എന്ന നിലയിൽ അരിപ്പ ഭൂസമര നേതാവ് ശ്രീരാമൻ കൊയ്യോന് 14ാമത് മഹാത്മാ അയ്യങ്കാളി കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി. പൊതു ഇടങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പൊതു എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിൽ നവോത്ഥാന നായകന്മാരുടെ ഇടപെടൽ നിർണായകമായിരുന്നു. എന്നാൽ പാർശ്വവൽകൃത വിഭാഗങ്ങളോടുള്ള ഇപ്പോഴത്തെ സർക്കാർ സമീപനം വിദ്യാഭ്യാസ മേഖലയിൽ ദയനീയ പരാജയമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ദ്രാവിഡ പ്രസിഡന്റ് KC സുബ്രഹ്മണ്യൻ അധ്യക്ഷനായ ചടങ്ങിൽ നിർധനർക്കുള്ള ചികിത്സാ സഹായം, ഓണക്കിറ്റുകൾ എന്നിവ വിതരണം ചെയ്തു. MBBS മെറിറ്റിൽ പ്രവേശനം നേടിയ ആശ്രയ്, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ എന്നിവർക്ക് ഡോക്ടർ അംബേദ്കർ അക്ഷര പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ്